നമസ്കാരം. രാഹുലിനെ എവിടെ കണ്ടാലും തടയാനായിരുന്നു മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. ഗാസിപ്പൂർ അതിർത്തിയിൽ തന്നെ തടഞ്ഞ് യാത്ര മുടക്കി യോഗി ഭരണകൂടം. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര തടയാൻ ധൈര്യം കാണിക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടം. ആരാധനാലയങ്ങളുടെ അടിത്തറ മാന്തുന്നത് രാജ്യത്തിന്റെ അടിത്തറ മാന്തുന്നതാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സംഘപരിവാറിന്റെ ഒന്നാമത്തെ ആഭ്യന്തര ശത്രുക്കളുടെ പ്രശ്നം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുകയാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് കെ പി നൌഷാദ് അലി, ബി.ജെ.പി വക്താവ് പ്രിന്റു മഹാദേവ്, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് അമീൻ ഹസൻ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവർ. ആദ്യം നൌഷാദിലേക്ക്. നൌഷാദ് അലി, ഒരു ഭരണഘടനാ പദവിയാണ് തൻ്റേത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് തന്നെ തടയുന്നത് എന്തുകൊണ്ടാണ് എന്ന ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നു. അതേസമയം തന്നെ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ വാദങ്ങൾ ഉയർത്തി UP ഭരണകൂടം ആ സന്ദർശനം വിലക്കുകയും ചെയ്യുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയത് എന്തിൻ്റെ സൂചനയാണ്, എന്ത് സന്ദേശമാണ് അത് നൽകുന്നത്? ജിംസ്, ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ ഇന്ത്യ രാജ്യം നമ്മൾ വളരെ പാടുപെട്ട് നമ്മൾ പടുത്തുയർത്തി ഇവിടെ സഹിഷ്ണുതയുടെ, സമഭാവനയുടെ, സഹവർത്തിത്വത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെയൊക്കെ വലിയൊരു ഭൂമിക നമ്മൾ ശ്രമകരമായ ദൗത്യത്തിലൂടെ കെട്ടിപ്പടുത്തതാണ്. എന്നാൽ ഇന്ന് അതിനെ ബോധപൂർവം ആധികാരികവും ഔദ്യോഗികവുമായിട്ട് അതിനെ തച്ചു തകർക്കാൻ മുന്നോട്ട് വരുന്നൊരു ഭരണകൂടത്തെ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കാൻ, അവരോട് വിവേചനം കാണിക്കാൻ, അവരെ രണ്ടാംകിട പൗരന്മാരാക്കാൻ, അവരെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടാൻ പരസ്യമായ ശ്രമങ്ങൾ, അത് ഔദ്യോഗികമായി ഉദ്ഘോഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതിയിലേക്ക് ഇന്ത്യ രാജ്യം മാറിയിരിക്കുകയാണ്. ഇവിടെ 1991 വേർഷിപ്പ് ആക്ട് ഒക്കെ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ഘടകവിരുദ്ധമായിട്ട് ഇവിടെ ഇത്തരത്തിലുടനീളം സംഭവ വികാസങ്ങൾ ആവർത്തിക്കുന്നു. ഇവിടെ ഇത്തരത്തിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികം വൈകാതെ ഒരു ശിലായുഗത്തിലേക്ക് ഈ രാജ്യം എത്തിച്ചേരുന്ന നാളുകൾ അനധിവിദൂരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന രാജ്യം നാണം കെടുകയാണ്. ഇവിടുത്തെ 15% വരുന്ന 10-20 കോടി വരുന്ന ഏറ്റവും വലിയ ന്യൂനപക്ഷത്തോട് ഈ രാജ്യത്തെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ഈ രാജ്യത്തിന് എങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രം, എങ്ങനെ ഒരു വികസിത രാഷ്ട്രം, എങ്ങനെ സംഭവം നടന്നിട്ട് ഒരാഴ്ചയായി. രാഹുലിന് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താതെ തന്നെ സംഭൽ സന്ദർശിക്കാമായിരുന്നു. അല്ല, രാഹുൽ ഗാന്ധി പ്രഖ്യാപനം നടത്തി തന്നെ സന്ദർശിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ ഈ വിഷയം ഉയർത്തിപ്പിടിക്കാൻ, ഈ വിഷയത്തിലേക്ക് ദേശീയ ശ്രദ്ധ, അന്തർദേശീയ ശ്രദ്ധയൊക്കെ ആകർഷിക്കാതെ തരമില്ല എന്ന് വരികയാണ്. ഇവിടെ ഇത്തരത്തിൽ വലിയൊരു അന്യായം നടത്തുന്നു, ആ അന്യായത്തിൻ്റെ ഭാഗമായിട്ട് 4-5 പേരെ വെടിവെച്ചു കൊല്ലുന്നു. അവിടേക്ക് എത്ര പേരാണ് ഇവരുടെ കസ്റ്റഡിയിലുള്ളത് എന്ന് ആർക്കറിയാം? അവിടെ ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ ദിവസങ്ങളോളം റദ്ദ് ചെയ്യുന്നു, ഒരാളെപ്പോലും അങ്ങോട്ട് അടുപ്പിക്കാത്ത വിധം അത് കവർ ചെയ്യുന്നു. ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെയാണ് ഇവർ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? എന്ത് നരനായാട്ടാണ്? എത്ര നൂറുകണക്കിന് ചെറുപ്പക്കാരെയാണ് ഇവർ പിടിച്ചുകൊണ്ടുപോയിരിക്കുക? എത്ര പേരെയാണ് ഇവർ ഇഞ്ചപ്പരുവ ഇവര് മൃതപ്രായരാക്കിയിരിക്കുക എന്ന് ആർക്കറിയാം? വല്ല നിയമവാഴ്ചയോ വ്യവസ്ഥിതിയോ ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും കരുതിയാൽ അത് വലിയ സാഹസികതയല്ലേ? ഇത്തരത്തിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയൊക്കെ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് ശിലായുഗ നീതി നടപ്പിലാക്കുന്ന പരിതസ്ഥിതിയിൽ തീർച്ചയായിട്ടും പ്രഖ്യാപനം നടത്തി തന്നെ അങ്ങോട്ടേക്ക് പോകണം, അവിടേക്ക് മാർച്ച് തന്നെ നടത്തണം. അവിടെ തടയുമ്പോൾ അത് വലിയ രാഷ്ട്രീയ വിജയമാണ്. ഇന്ന് സമ്പലിൻ്റെ വിഷയം ഈ രാജ്യം മുഴുവൻ വീണ്ടും ചർച്ച ചെയ്യുന്നു. നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഈ രാജ്യത്തെ പല ചാനലുകളും ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അന്താരാഷ്ട്ര ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും ഒരു നീതി നിഷേധത്തിനെതിരെയുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വിമർശിക്കുന്നവർക്ക് എന്തും പറയാം, അവരുടെ വിമർശനങ്ങൾ കേട്ടിട്ട് ഭരണഘടനാ സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. ആ പ്രതിപക്ഷ നേതാവിനെ കൈപിടിച്ചാണ് സ്പീക്കറും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിലേക്ക് പാർലമെന്റിൽ നയിച്ചത്. അങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഒരു സംസ്ഥാനത്തിലെ ഒരു കലാപബാധിത പ്രദേശം അല്ലെങ്കിൽ ഒരു പോലീസ് അട്രോസിറ്റിക്കെതിരായിട്ട് ഉള്ള പ്രതിഷേധം നിലനിൽക്കുന്ന പ്രദേശം സന്ദർശിക്കുന്നത് എന്തിനാണ് നിങ്ങൾ തടയുന്നത്? രാഹുൽ വരുന്നത് പേടിയാണോ യോഗിക്ക്?
ആജിം സാർ എന്നോടാണോ? അതെ. അതായത് ഇപ്പോൾ ഈ സമ്പൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമവുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ഇറങ്ങിത്തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമ്പൽ വിഷയം നടന്ന് അങ്ങ് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഇത്രയും ദിവസമായിട്ട് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? ഈ സമ്പൽ വിഷയത്തെ ആളിക്കത്തിക്കുന്നതിൽ സമാജ്വാദി പാർട്ടിയാണോ കോൺഗ്രസ് ആണോ മുന്നിൽ നിൽക്കേണ്ടതെന്നുള്ള തർക്കമാണ് ഈ വിഷയം ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലേക്ക് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സത്യസന്ധമായിട്ട് നിങ്ങൾ സമ്പൽ വിഷയം കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കോടതിയുടെ ഡയറക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സർവേയും ആ സർവേയുമായി ബന്ധപ്പെട്ടുള്ള തർക്കവും നടക്കുന്നു. ആ തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു കലാപശ്രമം ഒരു പ്രദേശത്തെ ആളുകൾ വൈകാരികമായിട്ടുള്ള ഒരു കലാപശ്രമം നടക്കുന്നു. ആ ശ്രമത്തെ പോലീസ് സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്നു. അത് സ്വാഭാവികമാണ്. കാരണം നമുക്കറിയാം, ഈ സമ്പലിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുന്ന സമയത്ത് ഒരു 1800 മുതൽ തന്നെ അവിടെ ഈ പറയുന്ന വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് രണ്ട് സമൂഹത്തിൽപ്പെട്ട ആളുകൾ വർത്തിക്കുന്ന സമയം അനവധി കലാപങ്ങൾ ഉണ്ടായ സ്ഥലമാണ്. 1978 തന്നെ ഏറ്റവും ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ട് കലാപം ഓർമ്മയിൽ നിന്ന് പറയാമോ? രണ്ട് കലാപം സമ്പലിൽ നടന്നു പറയാമോ? വെറുതെ പറഞ്ഞ പോലെ പ്ലീസ്. അല്ല ഞാൻ പറയാം സാർ. 1978 ഈ സമ്പലിലെ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇമാമിനെ അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന കലാപമുണ്ട്. ആ കലാപം നടക്കുന്ന 1978 ആ കലാപത്തിൽ മരണപ്പെടുന്നത് 23 പേരെയാണ് ആ കലാപത്തിൽ കൊല്ലപ്പെടുന്നത്. ആ കലാപത്തിൽ മരണപ്പെട്ട ജില്ലാ പ്രസിഡന്റ് അല്ല ജിം സാർ, അതിൽ ഇടപെട്ടത് എന്നെ പറയാൻ അനുവദിക്കണം. അങ്ങനെ ഒരു ഇമാമിനെ അവിടെ കൊന്നിട്ടുമില്ല. അവിടുത്തെ പള്ളിക്കകത്ത് കയറിയിട്ട് ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ അന്ന് പ്രാർത്ഥനയും നടത്തിയിട്ടില്ല, ആരാധനയും നടത്തിയിട്ടില്ല. കാരണം അവിടെ പരിക്രമ നടന്നിരുന്നു. ബ്രിട്ടീഷ് പീരീഡ് മുതൽ തന്നെ അവിടെ പരിക്രമ നടന്നിരുന്നു. പിന്നീട് കലാപ അന്തരീക്ഷത്തിൽ അവിടുത്തെ പരിക്രമ എന്ന് പറയുന്നത്, കാരണം ശിവനെ സംബന്ധിച്ചിടത്തോളം പരിക്രമ നടന്നിരുന്നു. 1814 മുതൽ അവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പരിക്രമയ്ക്കുള്ള അനുവാദം കൊടുത്തിരുന്നു. ആ പരിക്രമ നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കലാപം ഉണ്ടായിട്ടത്. ആ കലാപത്തിൽ അന്ന് 1978 23 പേർ മരിച്ചിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന ബെൻവരിലാൽ അദ്ദേഹത്തിന്റെ ഒരു മില്ലിനകത്ത് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിനെയും ഒരുമിച്ച് ചുട്ടുകൊന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അങ്ങനെ മതപരമായിട്ട് അവിടെ വൈര്യം, ഇപ്പോ സമാജ്വാദി പാർട്ടി പറയുന്നു അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതല്ലേ. അവിടെ പ്രശ്നങ്ങൾ ഒരു LOP ഒരു പ്രതിപക്ഷ നേതാവിനാണ് കടത്തിയതായിരിക്കും. അതെങ്ങനെയാണ് ന്യായമാവുന്നത്? അല്ല, എങ്ങനെയാണ് സാർ കടക്കുക? ഈ അവിടെ കൃത്യമായിട്ടുള്ള അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ, മതസംഘടനയിൽപ്പെട്ട ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ജില്ലയിൽ കാലുകുത്തരുതെന്ന് പറഞ്ഞിട്ടുള്ളത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് സംസ്ഥാന സർക്കാർ. ഒരു ജില്ലാ കളക്ടർക്ക് അവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്താം. ഞാൻ പറയട്ടെ, ക്രമസമാധാനം അല്ല സാർ, ഞാൻ പറഞ്ഞത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളുള്ള സാഹചര്യത്തിൽ ഇതിനു മുമ്പ് അവിടുത്തെ കഴിഞ്ഞ ദിവസമാണല്ലോ അവിടുത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പോയാൽ അദ്ദേഹത്തെ തടഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു അവിടെ BJPയുടെ എന്നല്ല കോൺഗ്രസിനുള്ള ഒരാളുകളെയും അവിടെ കടക്കാൻ അനുവദിയിൽ. കാരണം അവിടുത്തെ ജനസംഖ്യ ആനുപാതികമായി നോക്കുന്ന സമയത്ത് രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകളും തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് UPയുടെ പശ്ചാത്തലത്തിൽ വർഗീയ കലാപങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുള്ള സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് നിന്നു കൊടുക്കേണ്ട ആളുകളല്ല യോഗി സർക്കാർ. യോഗി വിളിച്ചിട്ടൊന്നുമല്ല രാഹുൽ ഒരു ഉദാഹരണം പറയാം. ഒരു വലിയ ഡിസാസ്റ്റർ വയനാട്ടുണ്ടായി. പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിച്ചു. ഒരു ഉരുൾപൊട്ടലുണ്ടായ തുടർ ഉരുൾപൊട്ടൽ ഉണ്ടാവുമോ എന്ന് അറിയാത്തൊരു സമയത്താണ് പ്രധാനമന്ത്രി വന്നു പോയത്. പ്രധാനമന്ത്രി അവിടെ വരാൻ പാടില്ല എന്ന് കേരളം പറഞ്ഞു. അതുപോലെയല്ലോ സാർ, നിങ്ങൾ ഒരു ഉരുൾപൊട്ടലിനെയും ഒരു സാമുദായിക സംഘർഷാവസ്ഥയും വർഗീയ സംഘർഷം നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളെ നിങ്ങൾ ഒരുപോലെ തുലനം ചെയ്യരുത്. നിങ്ങൾക്ക് UPയുടെ ഒരു ചരിത്ര പശ്ചാത്തലം, യൂത്തിനോട് ഒരു വർഗീയ കലാപങ്ങളുടെ ചരിത്രമൊക്കെ അറിയുന്ന ആളാണല്ലോ നിങ്ങൾ. സ്വാഭാവികമായിട്ട് അവിടെ വളരെ കുറച്ച് സമയമാണ് അവിടെ ഉണ്ടായിട്ടുള്ള കലാപമല്ല. അവിടെ ഒരു പറ്റം ആളുകൾ സ്വാഭാവികം അക്രമാസക്തരാകുന്ന ആളുകളെ പോലീസ് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി. സ്വാഭാവികമായിട്ട് അവിടെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസും ഈ പറയുന്ന ആളുകളും തമ്മിൽ അവിടെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷം അടിച്ചമർത്തിയാണ് ചെയ്തത്. അതിനുശേഷം അവിടെ യാതൊരു തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള ഒരു കലാപമോ ഒരു ശ്രമമോ ഉണ്ടായിട്ടില്ല. അവിടെ സ്വാഭാവികമായിട്ട് അവിടെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും വരുന്നത്. അവിടെ സമാധാന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അവിടെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി മറ്റെവിടെയൊക്കെ പോയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ അദ്ദേഹം പോയതും ഈ കലാപം നടന്നിട്ട് അതിന് ആദ്യത്തെ ആഴ്ചകളിലാണോ? 10-ാം തീയതി വരെ അവിടെ വിലക്കുണ്ട്. 10-ാം തീയതി കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് പോകാമല്ലോ.
അവിടെ ഒരു BJP-യുടെ നേതാവും പോകുന്നില്ലല്ലോ, RSS-ന്റെ നേതാവും പോകുന്നില്ലല്ലോ, VHP-യുടെ നേതാവും പോകുന്നില്ലല്ലോ. അങ്ങനെ ഒരു കലാപ പ്രദേശത്ത് മാനസികമായിട്ട് RSS-ന്റെയും BJP-യുടെയും VHP-യുടെ നേതാക്കൾ മണിപ്പൂരും പോയിട്ടില്ല, പ്രധാനമന്ത്രിയും പോയിട്ടില്ല എന്ന് കരുതി അങ്ങനെയല്ലല്ലോ. ആ ഒരു പ്രശ്നബാധിത പ്രദേശങ്ങളിൽ എല്ലാവർക്കും വിലക്ക് കൊടുക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് മാത്രം എന്താണ് ഒരു പ്രിവിലേജ്? രാഹുൽ ഗാന്ധിക്ക് മാത്രം പോകുന്ന ആ സാഹചര്യം രാഹുൽ ഗാന്ധിയുടെ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം മനസ്സുകൾക്കിടയിൽ കലാപത്തിന്റെയും അല്ലെങ്കിൽ അക്രമത്തിന്റെയും രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നയിക്കാനാണ് രാഹുൽ ഗാന്ധി പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യോഗി പറയുന്നത് അവിടുത്തെ സാമുദായിക കലാപ അന്തരീക്ഷം ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല, അവിടെ സമാധാന പാലനം നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ ഇരവാദം ഉന്നയിക്കാനാണ് അവിടെ പറയുന്നത്. ഒറ്റ നിമിഷം രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ 2 യാത്രകളാണ്. ഒന്ന് അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്ര, മറ്റൊന്ന് ഭാരത് ജോഡോ യാത്ര. അദ്വാനിയുടെ രഥയാത്ര കടന്നുപോയ എല്ലായിടത്തും കലാപമായിരുന്നു. ഭാരത് ജോഡോ യാത്ര കടന്നുപോയ എവിടെയെങ്കിലും കലാപം ഉണ്ടായോ? പിന്നെ എങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധി കലാപം ഉണ്ടാക്കാനാണ് പോകുന്നതെന്ന് നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ സാർ. ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് അവരുടെ രാജ്യത്ത് അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി നടത്തുന്ന യാത്രയാണ് സാർ. ഇത് സമ്പൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കലാപ അന്തരീക്ഷമുണ്ട്, അവിടേക്കാണ് രാഹുൽ ഗാന്ധി പോകുന്നത്. നിങ്ങൾ ഭാരത് ജോഡോ യാത്രയും നമ്മുടെ രഥയാത്രയും തമ്മിൽ താരതമ്യം ചെയ്യരുത്. ഇത് കലാപബാധിത പ്രദേശത്തേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉദ്ദേശശുദ്ധിയിൽ അദ്ദേഹം വേറെ മുദ്രാവാക്യം ഒന്നും ഉയർത്തുന്നില്ല. ഭാരത് ജോഡോ യാത്രയിൽ കലാപം ഉണ്ടായിട്ടില്ലെങ്കിൽ കലാപം നിൽക്കുന്ന ആ വിഭജനത്തിന്റെയും BJP-ക്കാണ്, RSS-നാണ്. അത് രാഹുൽ ചെയ്തിട്ടില്ല ഇതുവരെ. അല്ല സാർ, നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ പോകുന്നതിന്റെ ഉദ്ദേശസ്ഥിതി അവിടെ സമാധാനാന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരാനൊന്നുമല്ലല്ലോ. അവിടുത്തെ മുസ്ലിം മനസ്സുകളിലേക്ക് വൈരാഗ്യ ബുദ്ധിയുടെ വിഷവിത്തുകൾ പാകിക്കൊണ്ട് അവർ അക്രമസക്തകളുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ രാഹുൽ ഗാന്ധി 10-30 വർഷമായിട്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏത് ആഹ്വാനം കേട്ട് ആരാണ് കലാപബാധിതരായി ആയുധമെടുത്തിട്ടുള്ളത്? അല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ അങ്ങനെ ആയുധം എടുക്കാതിരിക്കാനുള്ള കരുതൽ എന്ന രീതിയിലാണല്ലോ സാർ അദ്ദേഹത്തിന് അവിടെ നിഷേധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അവിടെ വിലക്കിയിട്ടുള്ളത് അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുള്ള സാധ്യതയുണ്ട്, അതായത് അതിനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി നിങ്ങൾ അങ്ങ് തടയുകയാണ്. ഓക്കെ, ഞാൻ വരാം, അങ്ങയിലേക്ക് വരാം. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത്, അഡ്വക്കേറ്റ് പ്രശാന്ത്, ഈ മജിസ്ട്രേറ്റ് പറയുന്ന രാഹുലിനെ എവിടെ കണ്ടാലും തടയണം, അവിടെ കലാപബാധിത പ്രദേശമാണ്, അങ്ങോട്ട് കടത്തിവിടരുത് എന്ന് മജിസ്ട്രേറ്റിന്റെ ഉത്തരവാണ്, ജില്ലാ മജിസ്ട്രേറ്റിന്റെ. അത് പാലിക്കുകയാണ് പോലീസ് ചെയ്തത് എന്നാണ് UP സർക്കാരിൻ്റെയും UP പോലീസിൻ്റെയും ഇപ്പോൾ പ്രിന്റു മഹാദേവിൻ്റെയും വാദം. എങ്ങനെ കാണുന്നത്? ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് ഒന്നാമത്, അത് കോടതിയുടെ ഭാഗമല്ല, ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞുകൊണ്ട് ഓർഡർ ഇടുന്നത്. അത് ഒരു ഡെമോക്രസിയെ ഓട്ടോക്രസിയുമായിട്ട് വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ്? ഡെമോക്രസിയിൽ ഭരണത്തിലിരിക്കുന്നവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട്. തിരഞ്ഞെടുക്കുന്നത് കൂടാതെ കാലാകാലം ഇലക്ഷൻ നടത്തുന്നു, അതുകൂടാതെ ഭരണവും പ്രതിപക്ഷവും ഉണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റിലെ പ്രശ്നം ഉന്നയിക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ സമ്മതിക്കുന്നില്ല. 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു, ചൈനയുമായിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലോക്സഭാ സ്പീക്കർ അത് പെർമിറ്റ് ചെയ്തില്ല. അപ്പോൾ ലോക്സഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാവിന് ലോക്സഭയിൽ സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല. ഭരണപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഓഫ് പ്രൊട്ടസ്റ്റ് ഉപയോഗിക്കണമെന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് നേരത്തെ നമുക്കൊരു ഭരണഘടന ഇല്ലാതിരുന്ന സമയത്ത്, സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന സമയത്ത് ധർണ, വയലൻസ് അങ്ങനെയുള്ള മെത്തേഡ് ഉപയോഗിച്ചു. ഇനി നമുക്കൊരു ഭരണകൂടം കിട്ടി, ഒരു ഭരണഘടന കിട്ടി, ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്, അതിലേറ്റവും മാന്യമായിട്ടുള്ള അതാണ് പാർലമെൻറ്റിലെ വിഷയം അവതരിപ്പിക്കുക എന്നുള്ളത്. പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. സംഭാൽ വിഷയത്തിൽ എന്താണ് പാർലമെൻറ്റിൽ ചർച്ച നടന്നത്? മണിപ്പൂർ വിഷയത്തിൽ എന്തെങ്കിലും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാനമന്ത്രി ആകെപ്പാടെ മറുപടി പറഞ്ഞത് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നിർബന്ധിതനായ സമയത്ത് മാത്രമാണ് മണിപ്പൂർ ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുന്നത്. ഇപ്പോൾ സംഭാലിൽ നടന്നത് എന്താണ്? വളരെ സമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന 2 സമുദായങ്ങൾ, അവിടെ യാതൊരു കലാപവും സമീപഭാവിയിലും ഉണ്ടായിട്ടില്ല, കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഈ പറഞ്ഞ പ്ലേസസ് ഓഫ് വർഷിപ്പ്, അവിടെ 300-400 വർഷമായിട്ട് ആരാധന നടക്കുന്ന ഒരു സ്ഥലത്ത് അത് മസ്ജിദ് അല്ല, അത് ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രമാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു.
ആ പെറ്റീഷൻ തന്നെ നിൽക്കാത്തതാണ്. കാരണം ആ നിയമം ഉള്ളിടത്തോളം, ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തെ പറ്റിയുള്ള നിയമം 91 നിയമം ഉള്ളിടത്തോളം അങ്ങനെ ഒരു പെറ്റീഷൻ നിൽക്കുന്നതല്ല. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു, കോടതിയിൽ നിന്ന് പെട്ടെന്നൊരു സർവേക്കുള്ള ഓർഡർ മേടിച്ചെടുക്കുന്നു, ആ സർവേക്ക് വേണ്ടി ടീം പോകുന്നു, അതിൻ്റെ കൂടെ പോലീസ് അക്കമ്പനി ചെയ്യുന്നു. വളരെ സമാധാനമായിട്ട് കഴിഞ്ഞിരുന്നു ജനങ്ങളെ ആവശ്യമില്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിട്ട് അവരോട് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾക്കിവിടെ ജീവിക്കണമെങ്കിൽ മജോറിറ്റിയുടെ ഒരു കീഴിൽ കഴിയുക. അങ്ങനെയല്ല ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി എന്ന് പറയും. ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് വ്യക്തികൾക്കെല്ലാം തുല്യ അവകാശമുണ്ട്. അവർ മതം ഏതാണെങ്കിലും ജാതി ഏതാണെങ്കിലും ജെൻഡർ ഏതാണെങ്കിലും ഒക്കെ അതിനൊക്കെ ഉപരിയായിട്ട് എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്, എല്ലാവർക്കും ഒരു വോട്ടുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും തുല്യ അവകാശം കൊടുത്ത് ഒരു ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കുറച്ച് പേർക്ക് പ്രിഫറൻസ് കിട്ടുന്നു. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർഡർ കിട്ടുന്നു. പിന്നീട് അത് സുപ്രീം കോടതിയിൽ വരെ വന്നിട്ടാണ് അതിൽ പെട്ടെന്നൊന്നും ചെയ്യരുത്, ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാനുള്ള ഒരു അവസരം കൊടുക്കണമെന്നെങ്കിലും ഒരു ഓർഡർ കിട്ടുന്നത്. ഇതെല്ലാം ഭരണഘടനാ മാർഗങ്ങളാണ്. ഇത് അവിടെ ഒരു ഭാഗത്ത് എഫക്റ്റീവായിട്ട് നടക്കാതെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് നിരത്തിലിറങ്ങിയിട്ട് അദ്ദേഹത്തിന് സംഭവസ്ഥലം സന്ദർശിക്കാൻ ന്യായമായിട്ട് അവകാശമുണ്ട്. അദ്ദേഹം ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് പോകുന്നത്. ഭരണകൂടം പോലെ തന്നെ പ്രധാനമാണ് ഒരു ഡെമോക്രസിയിൽ പ്രതിപക്ഷ നേതാവ് അവിടെ തൽസ്ഥിതി കണ്ടറിയാൻ വേണ്ടി പോകുമ്പോൾ ഭരണകൂടം അദ്ദേഹത്തെ തടയുന്നു. അത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ അവിടുത്തെ DM എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കൊണ്ട് ഓർഡർ ഇടിക്കുന്നു ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ. അപ്പോൾ ഇത് ഏത് രീതിയിലുള്ള ജനാധിപത്യമാണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം നേരത്തെയും ഇതുപോലെ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തൊരവസ്ഥ, അത് BJP ഗവൺമെൻറ് 2014 വന്നപ്പോഴും 19 വന്നപ്പോഴും 10% സീറ്റില്ല എന്നുള്ളൊരു കാരണം കാണിച്ചിട്ട് ഒഫീഷ്യലായിട്ടൊരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള സ്ഥാനം പോലും കൊടുക്കാതിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് 2024 99 സീറ്റ് കിട്ടി കോൺഗ്രസ് വന്നപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു സ്ഥാനം കിട്ടി. എന്നിട്ടും ഇപ്പോഴവർക്ക് അത് ദഹിക്കാത്തത് പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഫംഗ്ഷന് പോലും 5ാമത്തെ നിരയിലാണ് ഇരുത്തുന്നത്. അതേപോലെ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയം, ഇതിനൊക്കെ പ്രതിപക്ഷ നേതാവിന് അർഹമായിട്ടുള്ളൊരു പരിഗണന കൊടുക്കുന്നില്ല. ഡെമോക്രസിയിൽ ഒരു നേതാവ് മാത്രം പോരല്ല, അതിനെ ചോദ്യം ചെയ്യുന്നൊരു വിഭാഗം കൂടി വേണ്ടേ? മീഡിയയിൽ ഏതെങ്കിലും മീഡിയയിൽ വന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മീഡിയയിൽ വന്നിട്ട് പ്രധാനമന്ത്രി മറുപടി പറയുന്നത് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, മറുപടി പറയുന്നു. അതല്ലാതെ ഒരു പ്രസ് കോൺഫറൻസ് അഭിമുഖീകരിക്കുന്നില്ല. പാർലമെന്റിലെ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമില്ല. അപ്പോൾ എവിടെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം? ജനാധിപത്യത്തിനുള്ളതാണ് ഏകാധിപത്യത്തിൽ. അവിടെ ഒരാഴ്ച കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നും രാഹുൽ ഗാന്ധി തീരുമാനിക്കാമല്ലോ. രാഹുൽ ഗാന്ധി പോയത് വളരെ നന്നായെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ എല്ലാവരും തുല്യരാണെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു. ഭരണകൂടം അത് പാലിക്കാതിരിക്കുമ്പോൾ പ്രതിപക്ഷമെങ്കിലും ധൈര്യമായിട്ട് വോട്ടൊന്നും പരിഗണിക്കാതെ മൈനോറിറ്റിയോ മജോറിറ്റി ആകട്ടെ, ഞങ്ങൾ എല്ലാ ജനങ്ങൾക്കും കൂടെയാണെന്ന് കാണിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. ഈ ശബ്ദമാണ് ഭരണപക്ഷത്തു നിന്നും കൂടി ഉയരേണ്ടത്. അവിടെ നിന്നുള്ള സാമാന്യമായിട്ട് ബോധമുള്ള, കാരണം ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തിൽ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു ലാർജ് നമ്പറുണ്ട്, അവരെ ഒരിക്കലും പിണക്കാൻ പാടില്ല. അവർ രാജ്യത്തിനെതിരായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗവൺമെൻറ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആദ്യത്തെ ഭരണാധികാരികൾക്ക് അത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു വളരെ ലാർജ് ആയിട്ടുള്ള നമ്പർ മുസ്ലിംസ് ഇവിടെ ഉണ്ട്, അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം അവർ മജോറിറ്റിയുടെ കീഴിൽ ഒരു വിശ്വാസം അർപ്പിച്ചാണ് ഇവിടെ തുടരുന്നത്. ഇവിടുത്തെ മജോറിറ്റിക്ക് അതിനെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഭരണഘടനയിൽ ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവകാശങ്ങൾ കൂടാതെ മൈനോറിറ്റിക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. നമ്മളെല്ലാവരും മൈനോറിറ്റിയാണ്. കാരണം മലയാളികൾ കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്. കർണാടകത്തിലോ തമിഴ്നാട്ടിലോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്നുള്ള പ്രത്യേക അവകാശം ഉപയോഗിച്ച് നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനുള്ള അവകാശമുണ്ട്. മതത്തിൻ്റെ പേരിൽ ചിലർ മൈനോറിറ്റിയാണ്. അപ്പോൾ ഈ മൈനോറിറ്റി ഏതെങ്കിലും ദുർബലമായിട്ടുള്ള വിഭാഗങ്ങളെ കൂടി സംരക്ഷിക്കുമ്പോഴാണ് ഒരു ഡെമോക്രസി അതിൻ്റെ അർത്ഥവത്തായ രൂപത്തിൽ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ ന്യൂനപക്ഷങ്ങളെ ഒപ്രസ് ചെയ്യുന്ന ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല, ഒരിക്കലും സ്ഥിരതയാർന്ന ഒരു രാജ്യമായിരിക്കില്ല എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഒരു രാജ്യത്തെ ക്രമസമാധാനവും ശാന്തിയും തകർക്കുമെന്ന് അദ്ദേഹം ഭരണഘടന രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അംബേദ്കറെ ഏറ്റെടുക്കുന്ന പോലെ, ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ അംബേദ്കറുടെ ഈ ആശയത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിൻ്റെ സൂചനയാണോ ഇന്ന് രാഹുലിൻ്റെ യാത്ര? ആ കാര്യം കോൺഗ്രസിൻ്റെ തുടർന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നാണ് നമുക്ക് വ്യക്തമാവുക. ബാബരി മസ്ജിദിൽ ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിൽ നിന്നും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതേസമയം ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ള കോൺഗ്രസും
ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രതിപക്ഷ നേതാവുമുള്ള ഒരു സന്ദർഭമാണിത്. ആ നിലക്ക് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം, വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം, നിലപാട് ആശാവഹവുമാണ്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യയിലെ പ്രതിപക്ഷവും നമ്മളെല്ലാവരും തന്നെ ഈ പ്രശ്നത്തെ അതിൻ്റെ ഒരു ഡെപ്തിൽ, അജിംസ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഡെപ്തിൽ അത് പരിശോധിക്കാനുള്ള ഒരു സന്ദർഭം, അവസാന സന്ദർഭമായിരിക്കും ഇത് എന്നെനിക്ക് തോന്നുന്നു. കാരണം ബാബരി മസ്ജിദ് വിധിക്ക് ശേഷവും അതിനു മുൻപുള്ള ചില ഡിസ്പ്യൂട്ടുകൾ ഉൾപ്പെടെ നിലവിൽ 10ഓളം പള്ളികളുടെ കാര്യത്തിൽ സംഘപരിവാർ ഈ തരത്തിലുള്ള പലതരത്തിലുള്ള നിയമപരമായ നടപടികൾ, പലതരത്തിലുള്ള സിവിൽ സൂട്ടുകൾ ഫയൽ ചെയ്തുകൊണ്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാവുന്ന കാശി മധുര ബാഖിഹെ എന്നൊരു സ്ഥിരമായി മുദ്രാവാക്യം വിളിക്കുന്ന പള്ളികളുണ്ട്, കുത്തബ് മിനാറുണ്ട്, ശ്രീരംഗപട്ടണത്തെ പള്ളിയുണ്ട്, മറ്റൊരുപാട് പള്ളികളുണ്ട്. ആ പള്ളികളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള യാതൊരു നിയമ നടപടികൾക്കും ഒരു സാധ്യതയും ഇല്ലാത്ത വിധം 1991 ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് കൃത്യമായി ഇനി അത്തരത്തിലുള്ള 1947 എന്താണോ ഈ രാജ്യത്ത് ആരാധനാലയങ്ങളുടെ സ്ട്രക്ചർ, അതിൻ്റെ സ്വഭാവം അതങ്ങനെ തന്നെ നിലനിൽക്കും എന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ സമ്പലിലെ പള്ളി എന്ന് പറയുന്ന 500 വർഷങ്ങളെങ്കിലും ചുരുക്കം പഴക്കമുള്ള ബാബറിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിൽ ബാക്കിയുള്ള 3 പള്ളി, ഇപ്പോൾ ബാക്കിയുള്ള 2 പള്ളികളിൽ ഒന്ന് എന്ന് പറയാവുന്ന ഒരു പള്ളിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സർവേ നടത്താനും ആ പള്ളിയുടെ സ്വഭാവം, അവിടെ ഒരു ഹിന്ദു ആരാധനാലയം ഉണ്ടായിരുന്നു തുടങ്ങിയ വാദങ്ങൾ ഇവർ ഉന്നയിക്കുന്നത്. അതിനിവരെ അടിസ്ഥാനമാക്കുന്നത് നിരവധിയായ ആളുകൾ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞതാണ്. സുപ്രീം കോടതി നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവാണ്, ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ഒരു പരാമർശത്തിലൂടെ നടത്തിയിട്ടുള്ള ഒരു പിഴവാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാ കയോസുകളും രാജ്യത്ത് ഇത്തരത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന, ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ തന്നെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ സാധ്യതയുള്ള, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങൾ, സിവിൽ അവകാശങ്ങൾ മുഴുവനും തകർന്നു പോകാൻ സാധ്യതയുള്ള, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്ത് കൊണ്ടുചെന്നെത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്കറിയാം, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിയിലെ പ്രശ്നങ്ങൾ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. അത് തന്നെ വലിയൊരു അന്യായമാണ് എന്ന് അതിശക്തമായ നിയമപരമായ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ആ വിധിന്യായത്തിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് എഴുതിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, എന്നാൽ വിധിന്യായത്തിൽ പേരില്ലാത്ത ആ വിധിന്യായത്തിൽ തന്നെ വളരെ കൃത്യമായി 1991 ഈ നിയമപ്രകാരം മറ്റെല്ലാ ആരാധനാലയങ്ങളുടെ കാര്യത്തിലും അതിൻ്റെ സ്വഭാവം, സ്ട്രക്ചറിൻ്റെ സ്വഭാവം, ആരാധനാ സ്വഭാവം നിർണ്ണയിക്കുന്നതിന് ഇനി ബാറുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ഗ്യാൻവാപ്പി പള്ളിയിൽ സർവേയുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടിക്രമങ്ങൾ നടക്കുകയും അവിടെ പ്രാർത്ഥനയ്ക്ക് വരെ അനുമതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അതിൽ ഇടപെടാൻ തയ്യാറാവാതിരിക്കുകയും അദ്ദേഹം ഒരു സ്ട്രക്ചറിൻ്റെ റിലീജിയസ് സ്വഭാവം പരിശോധിക്കുന്നതിന് ഈ നിയമം തടസ്സമല്ല എന്ന പരാമർശം നടത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്തിനാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, ഈ ആക്ട് ഉണ്ടാക്കിയത്? സമയമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തുടക്കം മാത്രം, ഒബ്ജക്റ്റ് മാത്രം ഒന്ന് വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആൻ ആക്ട് ടു പ്രൊഹിബിറ്റ് കൺവേർഷൻ ഓഫ് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ആൻഡ് ടു പ്രൊവൈഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദി റിലീജിയസ് ക്യാരക്ടർ ഓഫ് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ആസ് ഇറ്റ് എക്സിസ്റ്റഡ് ഓൺ ദ 15th day of August 1947. ഈ 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ദിനമാണ്. അന്നാണ് ഈ രാജ്യം രൂപീകരിക്കപ്പെടുകയും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാനം, അതിൻ്റെ ഡെപ്ത് വളരെ കൃത്യമാണ്. അങ്ങനെയുള്ള ഒരു നിയമം ഉണ്ടായിരിക്കെ ആ നിയമം ഒരു കെട്ടിടത്തിൻ്റെ ആ ഒരു റിലീജിയസ് സ്വഭാവം നിർണ്ണയിക്കുന്നതിന് തടസ്സമല്ല എന്ന പരാമർശം ഒരു ചീഫ് ജസ്റ്റിസിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ അതൊരു കർത്തവ്യമാണ്. ആ തരത്തിലുള്ള നിയമപരമായ അതീവ ഗുരുതരമായ ഒരു പിഴവ് എന്ന് പറഞ്ഞുകൂടാ, വളരെ ബോധപൂർവമായ ഒരു പിഴവ് വരുത്തുകയും അതിലൂടെ വീണ്ടും ഒരു ബാബരി മസ്ജിദിലൂടെ കാണിച്ച അന്യായം തുടരുകയുമാണ് ഈ രാജ്യത്ത് ചെയ്ത്. അതിനെ വളരെ ഗൗരവമായി മനസ്സിലാക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, നമുക്കറിയാം രാഷ്ട്രീയമായി, നിയമപരമായി മുസ്ലിം സമുദായത്തിൻ്റെ പൗരത്വത്തെ, രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ ഈ രാജ്യത്ത് പല രീതിയിൽ ഭരണകൂടം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പൗരത്വ നിയമ ഭേദഗതി നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ UAPA അടക്കമുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ ക്രിമിനൽ നിയമങ്ങളിലൂടെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ ന്യൂഹിൽ കലാപമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ എന്ന് ചോദിച്ചവരുണ്ട് മാധ്യമങ്ങളിൽ. രാഹുൽ എവിടെ? മണിപ്പൂരിൽ പോകുന്ന രാഹുൽ ന്യൂഹിൽ പോകുന്നില്ല. അതായത് ഇത്തരം പ്രശ്നങ്ങളിൽ, അതായത് ഈ മുസ്ലിം മൈനോറിറ്റി നേരിടുന്ന പ്രശ്നങ്ങളിൽ കോൺഗ്രസിന് എന്തോ ഒരുതരം ആലസ്യമുണ്ട്, ഒരു മടിയുണ്ട്, രാഹുൽ ഗാന്ധിക്ക് എന്തോ ഒരു മടിയുണ്ട് എന്ന് വിമർശിച്ചവർക്കുള്ള മറുപടിയല്ലേ ഇന്ന് കണ്ടത്?
വിമർശിച്ചവർക്കുള്ള മറുപടി ആവണമെങ്കിൽ അദ്ദേഹം ഇപ്പോഴെങ്കിലും നൂഹിൽ പോകേണ്ട അജിംസെ. അതേസമയം ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു മാറ്റം ഉണ്ടാവുന്നുവെങ്കിൽ അമിത പ്രതീക്ഷ വെക്കരുത് എന്ന് മാത്രമാണ് ഞാൻ ആ കാര്യത്തിൽ പറയുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു പരിതസ്ഥിതി മുസ്ലിം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മടിയുണ്ടാക്കുന്ന, അതിന് ഭയമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത്, രാഷ്ട്രീയ സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. നൂഹിൽ പോകാൻ രാഹുൽ ഗാന്ധിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതിന് ധൈര്യം കാണിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഈ പാർലമെന്റിൽ ഈ പ്രശ്നം എത്രത്തോളം ഈ ആഴ്ച കഴിഞ്ഞാൽ അവരത് ഉന്നയിക്കും. കേരളത്തിൻ്റെ തെരുവുകളിൽ, കേരളത്തിലടക്കം ഇന്ത്യയിലെ തെരുവുകളിൽ പ്രതിപക്ഷം ഈ പ്രശ്നം എത്രത്തോളം ഉന്നയിക്കും എന്നതിനൊക്കെ ആശ്രയിച്ചാണ് അതിരിക്കുക. ഞാൻ ഇത്രമാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിയമപരമായ പരിഹാരം ഇതിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം പ്രതികരണങ്ങളുടെ ഇതിനൊരു പരിഹാരമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് വളരെ ഗൗരവമുള്ള, രാഷ്ട്രീയമായി മാത്രം പരിഹരിക്കാൻ കഴിയുന്ന, ഇപ്പോൾ പരിഹരിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ, വിശിഷ്യ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന, നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന, അതുവഴി ഈ രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പ് ഇല്ലാതായി തീരുന്ന വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇടപെടുന്നത് ഞാൻ വിചാരിക്കാൻ ആഗ്രഹിക്കുക. കെ പി നൗഷാദ് അലി, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോഴിക്കോട് ഈ ബുൾഡോസർ രാജിന്റെ ഹർജിക്കാരിലൊരാളും അതിൽ ഇരയായ ഒരാൾ ജാവേദ് മുഹമ്മദ് വന്നിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം വ്യക്തമായും ഒറ്റ നോട്ടത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തോന്നിക്കുന്ന ഒരു പ്രശ്നത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ആ ഒരു വിഷയം ഇവിടെ ഉണ്ട് എന്ന് പോലും പരിഗണിച്ചില്ല. അതേസമയം വളരെ എന്താണ് പറയുക, ഒരു ഗ്രാനുലാർ മൈനോറിറ്റി എന്ന് പറയുന്ന പാർട്ടിയായ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ബുൾഡോസറിന് മുമ്പിൽ കയറി നിൽക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അത് കൊടുക്കുന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. അത് ഈ പറയുന്ന ബുൾഡോസർ രാജിൻ്റെ ഇരകൾ കോൺഗ്രസിനെ മാത്രമല്ല കുറ്റപ്പെടുന്നു, പല കക്ഷികളെയും കുറ്റപ്പെടുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് എവിടെയെന്നൊരു ചോദ്യം അന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട ശത്രു, രാജ്യത്തിൻ്റെ ശത്രു എന്ന് രാഹുൽ ഗാന്ധി തന്നെ വിശേഷിപ്പിക്കുന്ന RSSന്റെ ഒന്നാമത്തെ ആഭ്യന്തര ശത്രുക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മടി? അജിംസ, ഇത് വളരെ റെലവൻസ് ഇല്ലാത്ത ഒരു ചോദ്യവും ഒരു ചിന്തയുമാണ് നിങ്ങളിവിടെ ഉയർത്തിവിട്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ അവരുടെ അല്പബുദ്ധിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉരുത്തിരിയുന്നത് എന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഏക അവലംബമായ, രക്ഷാമാർഗമായ ഒരു ചാലകത്തെ ദുർബലപ്പെടുത്തുകയാണ് ഇവർ. അപ്പൊ പിന്നെ ഇവർ ആർക്കെതിരെയാണ് ഇവർ ഈ പോരാടുന്നത്? ഇവരുടെ പോരാട്ടത്തിന്റെ ദിശ നിങ്ങളുടെ ലാസ്റ്റ് ബസ് പ്രയോഗം കണ്ട് മടുത്തിട്ടാണ് ഈ ഇരകൾ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ മാത്രമല്ല. ഒരു നിമിഷം നൗഷാദ് അലി, നിങ്ങൾ ഇപ്പൊ പറഞ്ഞു വരുന്നത് ലാസ്റ്റ് ബസ്സാണ് രാഹുൽ ഗാന്ധി, ലാസ്റ്റ് ബസ്സാണ് കോൺഗ്രസ് എന്നാണ്. ആ ബസ് കാത്തിരുന്ന് മടുത്തിട്ടാണ് അവരിത് പറയുന്നത്. അല്ല അജിംസ്, നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കണം. കാരണം നിങ്ങൾ അതീവ ഗുരുതരമായ ഒരു ആരോപണം കോൺഗ്രസ് പാർട്ടിക്ക് നേരെ ഉന്നയിച്ചിട്ട് ഞാനതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ ഇംഗിതത്തിന് ആനുപാതികമായിട്ട് നിങ്ങൾ അതിനകത്ത് ഇടപെടരുത്. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ തവണ എത്രയോ ഇടങ്ങളിൽ ബുൾഡോസർ രാജിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ശബ്ദിച്ചിട്ടുണ്ട്. അതൊക്കെ ഉത്തരേന്ത്യയിൽ നിരവധി തവണ എല്ലാവർക്കും അനുഭവഭേദ്യമായ കാര്യമാണ്. ഒരു പക്ഷേ ചില ഇരകൾ അവർ അനുഭവിച്ച രൂക്ഷമായ ആ പ്രതിസന്ധി മുൻനിർത്തിയിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ പൊതുസമൂഹം, പൊതുബോധമൊക്കെ ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്നത് ശരിയല്ല. ബൃന്ദ കാരാട്ടെ അവിടെ പോയി നിന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് മാത്രമാണ്. ഏതോ ഒരു തവണ ഡൽഹിയിൽ അവർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഫോട്ടോ കേരളത്തിലുടനീളം വളരെ പ്രചാരം സിദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കേരളത്തിൻ്റെ വെളിയിൽ വല്ലയിടത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുമാത്രം വച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലൊക്കെ ഒരു ഏകപക്ഷീയ നിഗമനത്തിൽ എത്തിച്ചേരരുത്. ഇത്തരത്തിൽ നിങ്ങൾ ഈ രാജ്യം ഫാസിസത്തിൻ്റെ പിടിയിലാണ്, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ, മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാണ് എന്ന് കരുതുന്നൊരു സന്ദർഭത്തിൽ നിങ്ങൾ എന്തിനെതിരെ, ആർക്കെതിരെയാണോ ശബ്ദിക്കുന്നത് ആ ഊർജത്തെ നിങ്ങൾ പകുത്ത് ഇതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു ഏക അവലംബത്തെയും ഒരേ സമയം ദുർബലപ്പെടുത്തുമ്പോൾ നിങ്ങളൊക്കെ ഒരു പക്ഷേ ഈ ദുരന്തത്തിന് സ്വയം അർഹത നേടുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത് ശരിയായ കാര്യമല്ല. ഞാനൊരു കാര്യം പറയട്ടെ അജിംസ്, ഈ രാജ്യം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടിട്ട് മുസ്ലിങ്ങൾ സ്വന്തം അവകാശവും വാങ്ങി പുതിയ രാജ്യമായിട്ട് പോയപ്പോൾ അവശേഷിക്കുന്ന രാജ്യം ഹിന്ദു രാജ്യമാകണമെന്ന്
സംരക്ഷിക്കണമെന്ന RSSന്റെ കാവ്യനീതിയുള്ളൊരു മുദ്രാവാക്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് പാകിസ്ഥാനിലേക്ക് പോയവരെക്കാൾ രാജ്യസ്നേഹമുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ട്, ഇവിടെ ക്രിസ്ത്യാനിയും സിഖുകാരനൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനൊരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാക്കി മാറ്റിയത്. അതിൻ്റെ പഴിയും അതിൻ്റെ വലിയ പ്രതിപ്പട്ടികയിലുള്ള സ്ഥാനമൊക്കെ അവർ ആ ജന്മം കോൺഗ്രസ്സിന് പതിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇടപെടലുകളും ഞങ്ങളുടെ വലിയ ത്യാഗങ്ങളൊക്കെ ബോധപൂർവം വിസ്മരിച്ചിട്ട് എവിടെയെങ്കിലും കുറ്റപ്പെടുത്താൻ ഒരു ചെറിയ പഴുതുണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ഈ രാജ്യത്ത് കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി നിന്നിരുന്ന കാലത്ത് നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഭസ്മാസുരന് വരം കൊടുത്തത്. ആ ഭസ്മാസുരൻ രാജ്യത്തെ വിഴുങ്ങാൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ വരം കൊടുത്തത് കോൺഗ്രസിന്റെ എതിരാളികളോ വിമർശകരോ അല്ല കെ പി നൗഷാദ്. ഭസ്മാസുരന് വരം കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ്. 2 സീറ്റിൽ നിന്ന് 82 സീറ്റിലേക്ക് BJP എത്തിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ കൈയെഴുതാൻ കഴിയില്ല. അജിംസെ, താങ്കളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി ഭസ്മാസുരന് വരം കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന്. കോൺഗ്രസ് നിങ്ങളാണ് എന്ന് എന്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞ ഞാൻ തിരിച്ചങ്ങോട്ടും പറയും നൗഷാദിലി. രാജീവ് ഗാന്ധി എന്നോട് വീട്ടിൽ ചെന്ന് പറയാൻ പറയുന്നത് നിങ്ങൾ ഈ ഭസ്മാസുരന് വരം കൊടുത്തത് നിങ്ങളാണ് എന്ന് എന്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞാൽ തിരിച്ചും പറയും. അത്രേ ഉള്ളൂ. വളവിട്ട് അവരെ വലുതാക്കിയവരാണ് നിങ്ങൾ. ഏത് നിങ്ങൾ? കോൺഗ്രസ് ഭസ്മാസുരന് വരം കൊടുത്തത് നിങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. ആരുടെ വീട്ടിൽ ചെന്ന് പറയേണ്ടത്? ആരുടെ വീട്ടിൽ ചെന്ന് നൗഷാദിലി പറയേണ്ടത്? എതിരിട്ട് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ നിങ്ങൾ അങ്ങനെ കോൺഗ്രസിന്റെ മേത്ത് അങ്ങനെ മെക്കിട്ടുകാരണ്ട. ഭസ്മാസുരന് വരം കൊടുത്ത ആരാണെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഒക്കെ ചേർന്ന് BJPയെയും ജനസംഘത്തെയും ഉരുട്ടി വലുതാക്കി ഇന്ന് കാണുന്ന നിലയിലെത്തിച്ചത് ഒറ്റ കാരണം മുൻനിർത്തിയാണ് കോൺഗ്രസ് വിരോധം. ബാബരി മസ്ജിദിന്റെ വാതിൽ തുറന്നു കൊടുത്തത് ആരാണെന്നുള്ള ഒറ്റ ചോദ്യത്തിൽ തീരുവാനുള്ള ഉത്തരം നൗഷാദിലി. അവരുടെ മുദ്രാവാക്യം ബാബരി മസ്ജിദിന്റെ വാതിൽ തുറന്നു കൊടുത്തത് ആരാണ് എന്ന ചോദ്യത്തിൽ തീരും നിങ്ങളുടെ ഉത്തരം. വീട്ടിൽ പോയി ചോദിക്കൊന്നും വേണ്ട. ഇന്ത്യ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമാക്കിയത് ആരാ എന്നുള്ള ഒറ്റ ചോദ്യം മതി എല്ലാത്തിനെയും എലിമിനേറ്റ് ചെയ്യാൻ. ഒരു കാര്യം മനസ്സിലാക്കണം അജിംസെ, ഹിന്ദു മുസ്ലിം എന്ന 2 മതങ്ങൾ മുസ്ലിങ്ങൾ രാജ്യവും വാങ്ങി പോകുമ്പോൾ അവശേഷിക്കുന്ന രാജ്യം ഹിന്ദു രാജ്യമാണെന്ന് RSS പറഞ്ഞത്. ആ മുദ്രാവാക്യത്തെയാണ് നെഹ്റു തരിപ്പണമാക്കിയത്. കോൺഗ്രസ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ രാജ്യമാക്കിയത്. അതിലും വലിയ ഒരു മഹത് കൃത്യം പ്രവൃത്തി വേറെ എന്താ ഉള്ളത്? നിങ്ങൾ ഇങ്ങനെ അല്ലറ ചില്ലറക്കാരൻ തറവാട് ഭാഗം വെക്കുമ്പോൾ പനമ്പിള്ളി പറഞ്ഞ മാതിരി നിങ്ങൾ ഓട്ടക്കാലണയും കിണ്ടിയും മൊന്തയും കൊളാമ്പിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോഴും ദുർബലപ്പെടുത്തുന്ന നിങ്ങളോടൊക്കെ എന്ത് പറയാനാണ്? നിങ്ങൾ ഒരേ സമയം ഇരയോടൊപ്പം ഓടുന്നു, വേട്ടക്കാരനോടൊപ്പം. അതായത് മുൻകാല ചെയ്തികൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് നിങ്ങൾ ദുർബലപ്പെടുത്തുന്നതാണ് എന്നാണ് നിങ്ങളുടെ വാദം. ആദ്യത്തെ സർവേ വളരെ സമാധാനപരമായി സംഭരണിൽ നടന്നതാണ്. രണ്ടാമത് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ആയുധധാരികളുള്ള പോലീസുണ്ട്. തൊട്ട് പിറകെ ജയ് ശ്രീറാം വിളിയുമായ ഒരു ജനക്കൂട്ടവുമുണ്ട്. ഇതാണ് അവിടെ നാട്ടുകാരെ പ്രകോപിപ്പിക്കുക, അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുകയും പോലീസ് 5 പേരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തതിൻ്റെ ആധാരമായ സംഭവം. ഈ സംഘർഷാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ്. ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി ഗാസിപ്പൂരിൽ എത്തുന്ന സമയത്ത് തന്നെ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അടിയിൽ അമ്പലമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അജ്മീർ ദർഗയ്ക്കെതിരെ കോടതിയിൽ പോയ ആൾ ഇന്ന് ASIക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ആരാണ് അഴിച്ചുവിടുന്നത്? ഇതിന് പിന്നിൽ എന്താണ്? ഇതിന് സംഘപരിവാർ വല്ല പങ്കുണ്ടോ? അല്ല, ഇതിനകത്ത് സംഘപരിവാറിന് യാതൊരു പങ്കുമില്ല. ഇതിനകത്ത് കൃത്യമായിട്ട് ആദരണീയനായിട്ടുള്ള RSSന്റെ സർസംഘചാലകൻ മോഹൻജി ഭാഗവത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ബാബരി മസ്ജിദ് കേസിന് ശേഷം അദ്ദേഹം പറഞ്ഞ് വിവാദങ്ങളായിട്ടുള്ള പല സ്ഥലങ്ങളിൽ, അങ്ങ് നേരത്തെ പറഞ്ഞ കാശി, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവാദമുണ്ടായ സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ നല്ലൊരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇദ്ദേഹം പറഞ്ഞത് എല്ലാ പള്ളികളുടെയും താഴെ പോയിട്ട് അമ്പലമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് സംഘപരിവാറിൻ്റെ നിലപാട്. പക്ഷേ ചില സാംസ്കാരികവും അല്ലെങ്കിൽ ചില മതപരവും അല്ലെങ്കിൽ വ്യക്തിപരവും പ്രാദേശികവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാൽ ഏതെങ്കിലും വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് കേസിന് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള സർവേയാണ് നടക്കുന്നത്. അല്ലാതെ സംഘപരിവാർ ഈ രാജ്യത്തിലെ മുഴുവൻ ആരാധനാലയം, മുസ്ലിം പള്ളികൾ അത് ഹൈന്ദവ ക്ഷേത്രങ്ങളാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തില്ല. അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആഭ്യന്തര ശത്രു ഈ വ്യക്തികൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ ജമാ മസ്ജിദിന്റെ അടിയിൽ അമ്പലമുണ്ടോ എന്ന് നോക്കാൻ പറയുന്നത് ASIയോട് പറയുന്നത് വിഷ്ണു ഗുപ്ത എന്ന് പറയുന്ന ഹിന്ദു സേനയുടെ നേതാവാണ്. അദ്ദേഹം പഴയ ബജ്രംഗ് ദളുകാരനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഔദ്യോഗികമായിട്ട് RSSന്റെയോ BJPയുടെയോ ഏതെങ്കിലും സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരും തന്നെ പോയിട്ടില്ല.
പക്ഷേ ഇത് ഏതെങ്കിലും വ്യക്തികൾ പോകുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ സംഘപരിവാറിനെ എങ്ങനെ പഴിക്കാൻ സാധിക്കും? സ്വാഭാവികമായിട്ട് ചില പ്രാദേശിക ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാ മസ്ജിദിന്റെ അടിയിലും അമ്പലമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട എന്ന് പറഞ്ഞ RSS മേധാവി ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയില്ല. അതായത് ശബരിമല പ്രക്ഷോഭത്തിലേക്ക് നയിച്ച ആ കേസുണ്ടല്ലോ, ശബരിമല സ്ത്രീ പ്രവേശം, അതിൽ കുറെ പേര് പോയി. അതിലും അപ്പോൾ നിലപാടൊന്നുമില്ല. അത് കഴിഞ്ഞ് അത് വിധി എതിരാണെങ്കിൽ, വിധി അനുകൂലമാണെങ്കിൽ അതിൻ്റെ പ്രൊട്ടസ്റ്റ്. അതായത് ആരെങ്കിലും പൊക്കോട്ടെ, അതിൻ്റെ രാഷ്ട്രീയ ഡിവിഡൻഡ് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, അങ്ങനെയാണോ? അല്ല, അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഒരു ഏതെങ്കിലും ആയുധമാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് വൈരാഗ്യത്തോടുകൂടി മതവൈരാഗ്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല RSSന്റെ അജണ്ട. അങ്ങ് തുടക്കത്തിൽ തന്നെ 2 തവണ പറഞ്ഞു ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള മുസ്ലിങ്ങളായി കാണുന്നു RSS എന്ന്. അത് അങ്ങ് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി അല്ലെങ്കിൽ ബോധപൂർവമായി അങ്ങ് നടത്തുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അങ്ങ് പറയുന്നത്. അങ്ങയുടെ ജോലി അതാണല്ലോ. RSSനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ചില പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ ആധികാരികമായി കാലം ഇന്ന് പുരോഗതിയിലേക്ക് പ്രാപിച്ചിട്ടും ഇന്നും അത് എടുത്തു പറഞ്ഞു RSSനെ സംബന്ധിച്ചോ അജിം സാർ, RSSനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അതത് വർഷങ്ങളിലെ അല്ലെങ്കിൽ കാലഘട്ടത്തിന് മുന്നോട്ട് പോകാനുള്ള നിലപാട് പറയുന്നത് അതത് സമയത്തെ സർസംഘചാലകാണ്. അദ്ദേഹം വിജയദശമിയിൽ നടത്തുന്ന അല്ലെങ്കിൽ RSSന്റെ ജന്മദിനത്തിൽ നടത്തുന്ന പ്രസംഗത്തിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം പറയും എന്താണ് ഈ രാജ്യത്ത് RSS മുന്നോട്ട് വയ്ക്കുന്ന, വിഭാവന ചെയ്യുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ എന്താണ് RSS മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്ന്. അതാണ് ഞങ്ങളുടെ ആശയപരമായ ഐഡിയോളജി. അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു കാര്യത്തെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും RSS മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറഞ്ഞു പരത്തുമ്പോൾ സാർ, നിങ്ങൾ മുസ്ലിം സമൂഹത്തിനിടയിൽ 2 വർഷം മുമ്പാണ് RSS പറയുന്നത് ഇവിടെ ജനസംഖ്യ കൂടുതലാണ്, ഡെമോഗ്രാഫിക് ഡിസ്ട്രിബ്യൂഷനിൽ പ്രശ്നങ്ങളുണ്ട്, ജനസംഖ്യാ വർധന തടയണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം RSS മേധാവി പറയുകയാണ് ജനസംഖ്യ കൂട്ടണം എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് നമ്മൾ എടുക്കുക? പോയി ജനസംഖ്യ സംബന്ധിച്ച് ഒരു പോളിസി എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 10 വർഷത്തെ ഗ്യാപ്പിലെങ്കിലും പോളിസി മാറണ്ടേ? അങ്ങനെയല്ല. RSS മേധാവി ഒരു സ്ഥലത്തും ഈ ജനസംഖ്യാ വർധനയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. RSSന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വിഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം. സ്വാഭാവികമായിട്ട് രാജ്യത്ത് 120 കോടി ജനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒതുക്കുന്ന തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഈ രാജ്യത്തിലെ എല്ലാ വിഷയങ്ങളിലും നിലപാട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല RSS. ചില സമയത്ത് ചില റെലവൻ്റ് ആയിട്ട് ചില കേസിനകത്ത് ചില കാര്യങ്ങളിൽ കൃത്യമായിട്ട് അഭിപ്രായം RSS പറയും. അതുകൊണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ 10-50 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യത്തെ എടുത്തുകൊണ്ട് ഇപ്പോഴും RSS പ്രവർത്തിക്കുന്നത് മുസ്ലിം വിരോധത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു പരത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും മുസ്ലിം സമുദായത്തിനിടയിൽ ഭയത്തിന്റെയും അല്ലെങ്കിൽ അപരമതവൽക്കരണത്തിന്റെയും അല്ലെങ്കിൽ ഒരു ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും നോക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട വൈകാരികതയെ ചൂഷണം ചെയ്ത് അതിന്റെ രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അത് ഈ രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. മണിപ്പൂരിലായാലും UP-യിലായാലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആരെങ്കിലും ഇനി ഭീതി പ്രത്യേകമായി ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നിങ്ങൾ അതിൻ്റെ ഞാൻ CAയുടെ കാര്യത്തിൽ എന്താ ഉണ്ടായത്, ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ എന്താ ഉണ്ടായത്? സ്വാഭാവിക ബാബരി മസ്ജിദിനകത്ത് കൃത്യമായിട്ട് കോടതി വിധി ഉണ്ടാവുന്ന ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അത് സമഭാവനയോടുകൂടി ഒരു പറ്റം സഹോദരന്മാർ ഒരുമിച്ചിരുന്ന് പരിഹരിച്ചൊരു പ്രശ്നത്തെ പോലും അവസാന നിമിഷം വരെ വർഗീയ പ്രചരണം നടത്തിക്കൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ എന്തായിരുന്നു? CAA വിഷയത്തിൽ CAA എന്ന് പറഞ്ഞ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനെ പോലും ബാധിക്കാത്ത ഒരു കേസിനകത്ത് നിങ്ങൾ CAA-യുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ നിങ്ങൾ നടത്തി? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ഭാഗത്തെ പോളറേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ ആന്റി റിയാക്ഷൻ അപ്പുറത്തും ഉണ്ടാകും. അത് ഈ രാജ്യത്ത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകും. യോഗി സത്യത്തിൽ ചെയ്തത് എന്താണ്? അവിടെ ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് പോകാതെ ഒരു പ്രദേശത്തെ കൃത്യമായി കാരണം അതൊരു കലാപ അന്തരീക്ഷത്തിലേക്ക് പോകാതെ 5 പേരെ നൈസായി വെടിവെച്ചു. അവർ വിളിച്ച മുദ്രാവാക്യം ശ്രദ്ധിച്ചിരുന്നോ? അവരെന്ത് മുദ്രാവാക്യം വിളിച്ചാണ് അങ്ങോട്ട് വന്നതെന്നറിയോ? അഭിഭാഷക കമ്മീഷനോടൊപ്പം എന്ത് കാര്യമാണ് മഹാദേവ്? അല്ല, ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് പലതരത്തിലുള്ള ആളുകൾ പല പ്രകോപനപരമായ മുദ്രാവാക്യം ചിലപ്പോൾ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന ആളുകളുടെ ഐഡന്റിറ്റി ഒന്നും RSSനോ സംഘപരിവാറിനോ ഏറ്റെടുക്കേണ്ടതില്ല. അവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം കൃത്യമായ ഒരു പോളിസി എടുത്തു. അവിടുത്തെ അക്രമത്തെ അടിച്ചൊതുക്കി. സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അവിടെ മാത്രമല്ല നമ്മുടെ പൂന്തറയിൽ വെടിവെപ്പ് ഉണ്ടായല്ലോ. ഒറ്റ നിമിഷം. ആ അഭിഭാഷക കമ്മീഷന്റെ സംരക്ഷണ ചുമതല UP സർക്കാരിനാണല്ലോ.
ഒരു പള്ളിയുടെ സർവേക്ക് വരികയാണ്. എത്രമാത്രം സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ആണെന്ന് യോഗിക്ക് അറിയാത്തതല്ലോ. അപ്പോൾ അവിടെ ഈ അഭിഭാഷക കമ്മീഷനോടൊപ്പം 100 ആൾക്കാർ ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ച് പോകാൻ അനുവദിച്ചതാരാണ്? അത് UP സർക്കാരാണ്. എന്താണ് അവിടെ പ്രൊട്ടസ്റ്റിലേക്ക് നയിച്ചത്? ഈ മുദ്രാവാക്യം വിളിയാണ്. എന്നിട്ട് എന്താണ് ചെയ്തത്? 5 പേരെ, ആ പ്രൊട്ടസ്റ്റ് ചെയ്ത് 5 പേരെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു ആളുകളെ പേടിപ്പിക്കരുത്. എന്തിന് ഞങ്ങൾ പേടിപ്പിക്കണം? മറ്റാരെങ്കിലും പേടിപ്പിക്കണം? നിങ്ങൾ തന്നെ പേടിപ്പിക്കുന്നുണ്ട്. അല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾ ആരെയും പേടിപ്പിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ ആരെയും പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഭയപ്പെടുത്തലിന്റെ രാഷ്ട്രീയമല്ല സംഘപരിവാറിന്റെ രാഷ്ട്രീയം. ഞങ്ങൾ കൃത്യമായ ഭരണകൂടം എന്ന രീതിയിൽ യോഗി കൃത്യമായി അവിടെ ഇടപെട്ടു. ആ ഇടപെടലാണ് അവിടെ വെടിവെപ്പിന് കാരണമായിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് ക്രമസമാധാന പല UP പോലെയുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ ഈ ജില്ലയുടെ ഒരു സാമുദായിക പശ്ചാത്തലം നോക്കുന്ന സമയത്ത് 11 ലക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും 9 ലക്ഷം ഹിന്ദു സഹോദരന്മാരുള്ള സ്ഥലമാണ്. അവിടെ സ്വാഭാവികമായിട്ട് ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും. അവിടെയാണ് ആ ഒരു പ്രത്യേകമായിട്ടുള്ള അഭിഭാഷക കമ്മീഷനെ കടത്തിവിടുക. ഇത് പോലീസ് തോക്കും പിടിച്ചുകൊണ്ട് ഇത്രയും ഗുണ്ടകളെ പോലെ കുറെ പേരെ മുദ്രാവാക്യം വിളിച്ച് അങ്ങോട്ട് ആനയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അല്ല, ഇത് സ്വാഭാവികമായിട്ട് അവിടെ നടന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഞങ്ങൾക്ക് അതിനകത്തൊന്നുമില്ല. അവിടെ യോഗി സർക്കാർ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കലാപ സാധ്യതയിലേക്ക് പോകുന്ന ഒരു പ്രദേശമാണ്. അതിനെ തടയാനുള്ള ഒരുക്കുമൊട്ടി കൂടി അടിച്ചമർത്തിയാണ് ചെയ്യുന്നത്. അല്ല അവിടെ വയലൻസ് ആണെന്ന് വെക്കുക. നിങ്ങൾ ഈ പറയുന്നത് പോലെ എളുപ്പമായിരുന്നു അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന അവരെ തടഞ്ഞിരുന്നെങ്കിൽ. അത് ചെയ്തില്ല. അവിടെ പ്രശ്നം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. ആയിരക്കണക്കിന് ആളുകളെ ഒന്നും സാർ കൊന്നില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞേ അഡ്മിറ്റാണ്. അല്ല ഞാൻ പറ എങ്ങനെയാണ് അവിടെ പ്ലാനിങ്ങോടുകൂടി പോലീസിനെതിരെ ആസൂത്രിതമായിട്ടുള്ള കല്ലേറുണ്ടാകുന്നു. അവിടെ നിന്ന് തന്നെ സ്വാഭാവികമായിട്ടുള്ള ദൃശ്യങ്ങളിൽ കണ്ട അഭിഭാഷക കമ്മീഷൻ അനുഗമിക്കുന്ന ആ ആളുകളുടെ വരവ് ആസൂത്രിതമല്ലേ എന്നാണ് എന്റെ ചോദ്യം. അല്ല അങ്ങനെ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്ത വ്യക്തി, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടന, ഈ സംഘടനയൊന്നും RSS പശ്ചാത്തലമോ സംഘപരിവാർ പശ്ചാത്തലത്തോ ഉള്ളതല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഭരണ സംവിധാനം അദ്ദേഹം RSSലൂടെ വളർന്നു വന്ന് ബജരംഗ് പ്രവർത്തിച്ച ആളാണ്. അങ്ങേക്ക് അറിയാഞ്ഞിട്ടാണ് ഈ ബജ്രംഗ് അങ്ങേക്ക് അറിയാഞ്ഞിട്ടുള്ള സാറേ, ഈ ബജ്രംഗ് ദൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുസേന എന്ന് പറയുന്ന അനവധി പ്രസ്ഥാനങ്ങളുണ്ട്. ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരാളും തന്നെ അതിനുമായി ഇടപെട്ടിട്ടില്ല. അവിടെ വ്യക്തികൾ നടത്തിയിട്ടുള്ള ഒരു നീതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ആ പോരാട്ടത്തിന് ബാബരി മസ്ജിദിന്റെ കാലഘട്ടത്തോളം പഴക്കമുണ്ട്. അവിടെയാണ് നിങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ നിങ്ങൾ നോക്കൂ, ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ വരണം, അവിടെ വൈകാരികമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ പ്രതികരണങ്ങൾ ഉണ്ടാവണം, അവിടെ ഒരു കലാപം ഉണ്ടാകണം, ഒരു നമ്മൾ ഈ പറയുന്ന ഗുജറാത്തിന്റെയോ മണിപ്പൂരിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതിനല്ലല്ലോ ഒരു ഭരണകൂടം ശ്രമിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഒരു വിഷയത്തെ അടിച്ചൊതുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അതിനൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ പറയുന്ന ഇരവാദം, ആ ബാധ്യത മണിപ്പൂരിൽ കാണുന്നില്ലല്ലോ. നിങ്ങൾ ഇപ്പോഴും പറയുന്നത് മണിപ്പൂരിൽ കാണുന്നില്ലല്ലോ. വർഷം എത്രയായി? അല്ല സാർ, 1.5 കൊല്ലമായി. അല്ല മണിപ്പൂരിനകത്ത് അല്ല സാർ, മണിപ്പൂരിനകത്തിന്റെ കലാപത്തിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. മണിപ്പൂരിന്റെ 100 വർഷത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും കലാപം ഉണ്ടായിരുന്നു സാർ. അതിനകത്ത് ഏറ്റവും ക്രമസമാധാന പാലത്തിലേക്ക് മണിപ്പൂർ പോയിട്ടുണ്ടെങ്കിൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സാർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ബഹുജന സംഘടനയുള്ള വിവിധ പ്രസ്ഥാനങ്ങളുള്ള മോദി സർക്കാരിന്റെ കീഴിൽ അവിടെ ക്രമസമാധാനം നമ്മൾ കാണുന്നുണ്ട് പ്രിന്റു. അല്ല സാർ, നോക്കൂ നിങ്ങൾ, UPയുടെയും ഗുജറാത്തിന്റെയും ഉത്തരേന്ത്യയുടെ ഒക്കെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? ഞങ്ങൾ ഉറച്ചു പറയുന്നു സാർ, മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങൾ, വർഗീയ കലാപം ക്രമാനുഗതമായി കുറഞ്ഞത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതിലൊരു സംശയം വേണ്ട. ഇപ്പൊ നേരത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ വക്താവുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സിഖുകാരെ കൂട്ടങ്ങൾ മൈനോറിറ്റി ആയിരുന്നു സിഖുകാര്. നമുക്കറിയാലോ സിഖുകാരെ ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് എത്ര 10,000-കണക്കിന് സിഖുകാരെ കൊല ചെയ്യപ്പെട്ടില്ലേ ഇന്ത്യ മഹാരാജ്യത്ത്? അപ്പൊ എവിടെയായിരുന്നു ഇവരുടെ ന്യൂനപക്ഷ സ്നേഹം? അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു മതത്തിനും എതിരല്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഞങ്ങളൊരു മതത്തിനും എതിരല്ല. ഞങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം മതത്തെ ഇപ്പൊ നോക്കൂ, ഇന്ത്യ രാജ്യത്ത് 20 കോടി വരുന്ന 25 കോടി വരുന്ന മുസ്ലിം സമുദായത്തെ മുഴുവൻ ഏതെങ്കിലും രീതിയിൽ അവർ ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുസ്ലിം സഹോദരന്മാരെ കൂടി ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നരേന്ദ്രമോദി സർക്കാർ എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. അതിനനുസൃതമായിട്ടുള്ള പരിപാടികളുമായി പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുമായിട്ട് രാഹുൽ ഗാന്ധിയും ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടന വരുന്നത്. അപ്പോഴാണ് സ്വാഭാവികമായി രാജ്യത്ത് ഇത്തരത്തിലുള്ള വിഘടനവാദത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്.
ശരി, അത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ സംഭാൽ സന്ദർശിക്കാൻ UP ഭരണകൂടം അനുവദിച്ചിരുന്നു. അവർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണോ പോയത്? അല്ല, ഞാൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ടല്ലോ സാർ. ഇപ്പൊ നിങ്ങൾ അജണ്ട നടപ്പാക്കാൻ നിങ്ങൾ അനുവദിക്കുകയായിരുന്നു. അവർ പോയി അവിടെ വാർത്ത കണ്ടു. അവിടെ സന്ദർശിച്ചിട്ടുള്ള ഒരു നിമിഷം സമ്പലിൽ സന്ദർശനം നടത്തിയിട്ടുള്ള ഒരേ ഒരു മതസംഘടനയാണ് ഇവർ നിങ്ങൾ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി. അപ്പൊ അവരെ നിങ്ങൾ അനുവദിച്ചതാണോ പോവാൻ? അല്ല, ഞാൻ അല്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകൾ അവിടെ അനുവദിച്ചല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? അത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അവിടെ ജമാഅത്ത് ഇസ്ലാമി അനുവദിക്കുന്നു, രാഹുൽ ഗാന്ധി അനുവദിക്കാതിരിക്കുന്നു എന്ന് പറയുന്നു? ശ്രീ അമീൻ ഹസൻ, അവിടെ ഒരു കലാപ അന്തരീക്ഷമുണ്ട്. 1978 അവിടെ ഒരു കലാപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കലാപ അന്തരീക്ഷമുണ്ട്. ആ പ്രശ്നമൊക്കെ ഒന്ന് തീർത്തിട്ട് രാഹുലിന് പോയാൽ മതി. ആ ഒരു പ്രശ്നമാണ്, അതിൽ വളരെ നിയമപരവും ക്രമസമാധാനപരവുമായ സാങ്കേതിക പ്രശ്നമാണ് UP സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. രാഹുലിന് പിന്നീടായാലും പോയാൽ മതിയല്ലോ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രിന്റുവിന് മറുപടി പറഞ്ഞതിന് ശേഷം എനിക്ക് ബഹുമാന്യനായ KP മുഹമ്മദ് അലിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന് അവസരം തരണം. ഒന്നാമത്തെ കാര്യം, അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട പ്രിന്റു, ഈ സമ്പലിൽ ഈ സംഘർഷത്തിൽ 5 പേരെ വെടിവെച്ച് കൊന്ന 11 ലക്ഷം മുസ്ലിങ്ങളുള്ള ജില്ലയിൽ ഒരു ഹിന്ദു സഹോദരനെയും ഒന്നും അവർ ചെയ്തില്ലല്ലോ. നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ ഒരു വർഗീയ കലാപത്തിൻ്റെ തുടക്കമെങ്കിലും ഉണ്ടാവണ്ടേ? നിങ്ങളുടെ ഗോദി മീഡിയയിൽ വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരു സാധാരണ സമരം ഇവിടെ ശബരിമലയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ, ശബരിമലയുടെ പേരിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഭീകരമായ നരനായാട്ട്, എത്ര കേസുകൾ അതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വല്ല പോലീസ് നടപടി നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടിൽ ഓർത്തഡോക്സ് സഭയും ഈ മറ്റേ യാക്കോബായ സഭയും തമ്മിലുള്ള സംഘർഷങ്ങളുണ്ടല്ലോ. പോലീസ് നടപടി ഇങ്ങനെയാണോ? നിങ്ങൾ ആ വിഷ്വൽസ് ഒന്ന് എടുത്തു നോക്കൂ. 5 മനുഷ്യരെ വെടിവെച്ച് കൊന്നതിനെ ന്യായീകരിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ കഴിയുന്ന ആ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതാണ് ഗോൾവാൾക്കർ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ളത് എന്ന് മാത്രമേ എനിക്കതിൽ പറയാം. ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കാം. ആ നിയമം അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്ന്. ആ കേസ് അവിടെ തീരും. ആ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടായാൽ ഈ പറയുന്ന 10 തർക്കങ്ങളും സംഘപരിവാറിൻ്റെ പലതരത്തിലുള്ള ഏജന്റുമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സകല തർക്കങ്ങളും, മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന സകല വർഗീയ താല്പര്യങ്ങളോടുകൂടിയുള്ള തർക്കങ്ങളും അവസാനിക്കും. ആ തർക്കങ്ങൾ അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് കരുതുകയും നിങ്ങളുടെ ജില്ലാ കളക്ടർമാർ വെടിവെക്കാൻ ഉത്തരവിടുകയും വെടിവെച്ച് കൊല്ലുകയും അതിനുശേഷം ആരും അവരെ സന്ദർശിക്കാതെ അവരൊരു ഒറ്റപ്പെട്ട തുരുത്തിൽ ജീവിക്കുകയും ചെയ്യണം എന്ന് സ്വീകരിക്കുന്ന ആ നിലപാടുണ്ടല്ലോ, മനുഷ്യത്വമില്ലാത്ത നിലപാട്. ഒരു കാലത്ത് നിങ്ങൾക്കത് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിയപ്പെട്ട നൗഷാദ് അലിയോട് എല്ലാ ബഹുമാന ആദരവുകളും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ നേരത്തെ അജിംസിനോട് വീട്ടിൽ പോകാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ ഫാസിസത്തിൻ്റെയും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെയും ഇരകളായി ഒരേ സമയം ഈ സമുദായം മാറണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് അവസരം കൊടുക്കണം എനിക്ക് മറുപടി തരാൻ. അതായത് കോൺഗ്രസിൻ്റെ മുസ്ലിം MP-മാരുടെ എണ്ണം, നിങ്ങൾ MP-മാരുടെ എണ്ണം പോട്ടെ, നിങ്ങൾ മൊത്തം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത രാഷ്ട്രീയ പ്രാതിനിധ്യം എത്രയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ? നിങ്ങളുടെ എത്ര മുസ്ലിം നേതാക്കന്മാർ നിങ്ങൾക്ക് ദേശീയ തലത്തിൽ പറയാൻ കഴിയും? മണിപ്പൂരിൽ പോകുന്ന രാഹുൽ ഗാന്ധിക്ക് ന്യൂഹിൽ പോകാൻ കഴിയാത്തതിൻ്റെ പരിമിതി എന്താണ് എന്ന് പരിശോധിച്ചാൽ എന്താണ് കുഴപ്പം? കേരളത്തിൽ എത്ര പ്രതിഷേധങ്ങൾ, സമ്പലുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു പ്രകടനം കാണിച്ചു തരാമോ നൗഷാദ് അലി? മലപ്പുറത്തെങ്കിലും, അല്ലെങ്കിൽ കേരള തിരുവനന്തപുരത്തെങ്കിലും, ഡൽഹിയിലെങ്കിലും കാണിച്ചു തരാമോ? അത്തരത്തിലുള്ള ഒരു പ്രതികരണവും നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്താതിരിക്കുന്നത് ഒരു കൃത്യമായ ഒരു സതുദ്ദേശത്തോടു കൂടിയുള്ള വിമർശനത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയണം. 1. 2, കേരളത്തിലടക്കം ഇപ്പം കേരളത്തിൽ മുനമ്പം പ്രശ്നം ഉണ്ടായല്ലോ. ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയ സമീപനത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വേറെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ, അത് വഖഫ് ട്രിബ്യൂണലും കേരള ഹൈക്കോടതിയും നിലപാട് സ്വീകരിച്ച നിയമപരമായി നിലനിൽക്കുന്ന ഒരു തർക്കം, രാഷ്ട്രീയമായി ഗവൺമെൻറ് പരിഹരിക്കാത്തതിൻ്റെ പേരിൽ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ അത് വഖഫല്ല എന്ന കോടതിയുടെ പോലെ തീർപ്പ് പറയാൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് മുസ്ലിം പ്രശ്നത്തിലല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ സാധിക്കുമോ നൗഷാദ് അലി? നിങ്ങൾ രാഷ്ട്രീയ പ്രാതിനിധ്യം നൽകാതിരിക്കുക, മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മറുപടി പറയാതിരിക്കുക, നിങ്ങളുടെ സാന്നിധ്യം വിമർശിക്കരുത് എന്ന് പറയുന്നത് ന്യായമാണ്. വിമർശനങ്ങൾക്കുള്ള മറുപടി അജിംസെ, ഞാൻ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഈ ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിനൊക്കെ മറുപടി പറഞ്ഞാൽ ഒരുപാട് സമയം വേണം. പിന്നെ കോൺഗ്രസിന് നേരെയാണ് വിമർശനം. കാരണം ഞാൻ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരെ വിമർശനത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം എനിക്ക് അദ്ദേഹത്തെക്കാൾ ഔചിത്യമുണ്ട്. എനിക്ക് വിമർശിക്കാൻ എൻ്റെ കയ്യിൽ വിഭവങ്ങളില്ലാഞ്ഞിട്ടല്ല. കാരണം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരിതസ്ഥിതിയിൽ പ്രയോറിറ്റികൾ നിശ്ചയിക്കാൻ അറിയാത്ത വങ്കന്മാർ ഈ സമുദായത്തെ പ്രതിനിധീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സമുദായത്തിനൊന്നും പ്രതീക്ഷിക്കാനുള്ള വകയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒറ്റക്കാര്യം ഞാൻ പറയാം, മുനമ്പത്തെ കാര്യം.
മുനമ്പം എന്ന ഇടത്ത് പോയിട്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. അവിടുത്തെ പ്രധാന വിഷയം എന്താണെന്നറിയോ? ഇവിടെ വഖഫ് ബില്ല് വന്ന മുനമ്പത്തെ മുഴുവൻ വിഷയങ്ങളും പരിഹരിക്കപ്പെടും. വഖഫ് ബില്ലിന് എതിരെ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ആ കോൺഗ്രസിനെ കൈയൊഴിയണം എന്നാണ് അവിടെ കാസയും സംഘികളും ചേർന്ന് പ്രചരിപ്പിക്കുന്നത്. ഇടത് ഗവൺമെന്റ് അതിന് കുടപിടിക്കുന്നു. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചത്. എന്തുകൊണ്ട് വഖഫ് ബില്ലിനെ എതിർക്കണം? വഖഫ് ബില്ല് വന്നാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവുകയില്ല. വഖഫ് ബില്ലിനെ എതിർക്കേണ്ടത് നിങ്ങളുടെയും കൂടി ആവശ്യമാണ്. വഖഫ് ബില്ല് പാസ്സായാൽ അടുത്തത് വരുന്നത് ചർച്ച് ബില്ലാണ് എന്ന് ഈ നെഞ്ചുറപ്പോടുകൂടി ഒരു നിലപാട് വ്യക്തമാക്കിയ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഇദ്ദേഹം ഈ പറഞ്ഞ കുറെ ആരോപണങ്ങളുടെ കെട്ടഴിക്കുന്നത്. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ഫറൂഖ് കോളേജ് വഖഫായി കിട്ടിയ ഭൂമി വിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വഖഫിനെതിരായിട്ടുള്ള വലിയ ഒരു പാതകമാണത്. വഖഫാണെങ്കിൽ അത്തരത്തിൽ പല ആളുകൾക്ക്, മുസ്ലിം പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള പല ആളുകൾക്ക് അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള മുസ്ലിങ്ങളുടെ സിവിൽ തർക്കത്തിൽ ഒരു മുസ്ലിം സിവിൽ അവകാശത്തെ തീർപ്പ് പറയാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മറ്റേതെങ്കിലും സമുദായത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അത് പറയൂ? ഒരു നിലപാട് നെഞ്ചൂക്കോടുകൂടി ഈ പറഞ്ഞ പ്രതികൂല സാഹചര്യത്തിൽ ചെന്ന് പറയുമ്പോൾ ഇവിടെ സുരക്ഷിത ലാവണങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവിടെ പായസത്തിന് മധുരം കൂടി പപ്പടത്തിന് വട്ടം കൂടി എന്നൊക്കെ സത്യയെ വിമർശിച്ചതിന് സമാനമായിട്ട് ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന പ്രേക്ഷകരെ ഇതിനെ വിലയിരുത്തിക്കൊള്ളട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ ഈ ചർച്ച അക്കാദമികമായിട്ട് സംഘ് പരിവാറിനെതിരെ എന്തൊക്കെ പറയാമായിരുന്നു ചരിത്രപരമായിട്ട്, എന്നാൽ ഈ ചർച്ചയുടെ പകുതി സമയം അജിംസെ നിങ്ങളുടെ കൂടി നേതൃത്വത്തിൽ അത് കോൺഗ്രസിനെതിരായിട്ട് തിരിച്ചുവിടുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉദ്ദേശശുദ്ധിയിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഒരു അബദ്ധവും ചരിത്രത്തിൽ പിണഞ്ഞിട്ടില്ല ഇത്തരം വിഷയങ്ങളിൽ എന്ന് കരുതുന്നതോ അങ്ങനെ പ്രസ്താവിക്കുന്നതോ ചരിത്ര നിഷേധമാണ്. അത് ചൂണ്ടിക്കാട്ടേണ്ടത് തീർച്ചയായിട്ടും നിഷ്പക്ഷമായി വിഷയത്തെ നിരീക്ഷിക്കുന്നവരുടെ ബാധ്യതയുമാണ്. പക്ഷെ അതൊന്നും ഇന്ന് സംഭലിലേക്ക് യാത്ര നടത്താൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ വില കുറച്ച് കാണുന്നുമില്ല. വളരെ നന്ദി ശ്രീ കെ പി നൗഷാദ് അലി, ശ്രീ പ്രിന്റു മഹാദേവ്, അഡ്വക്കേറ്റ് അമീൻ ഹസൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് ഇത്രയും സംസാരിച്ചതിന് ഒരു